കോഹിന്നൂർ രത്നമെന്ന തിളക്കമാർന്ന ആ വജ്രക്കല്ല് നൂറ്റാണ്ടുകളായി രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും അടങ്ങാത്ത മോഹമായിരുന്നു. ഈ കോഹിന്നൂർ രത്നത്തെക്കുറിച്ച് ഒരു ശാപവിശ്വാസം നിലനിന്നിരുന്നു. ഈ രത്നം സ്വന്തമാക്കുന്നവർ ലോകം ഭരിക്കും, എന്നാൽ പിന്നീട് അത് അവരുടെ സർവനാശത്തിലേക്ക് നയിക്കും എന്നതായിരുന്നു അത്. ഈ കോഹിന്നൂർ രത്നം ലണ്ടൻ ടവറിൽ ബ്രിട്ടീഷ് രാജകിരീടത്തിൻ്റെ ഭാഗമായി അതിപ്പോൾ വിശ്രമിക്കുന്നുവെങ്കിലും മുഗൾ സിംഹാസനങ്ങൾ മുതൽ പഞ്ചാബിൻ്റെ യുദ്ധക്കളങ്ങൾ വരെ കോഹിന്നൂർ തകർത്ത സാമ്രാജ്യങ്ങളുടെയും കൊല്ലപ്പെട്ട രാജാക്കന്മാരുടെയും അനേകം തലമുറകളുടെ രക്തച്ചൊരിച്ചിലുകൾക്കും കണ്ണുനീരുകൾക്കും കാരണമായ ആ കോഹിന്നൂർ രത്നം ബ്രിട്ടനിലേക്ക് ദാനമായി പോയതായിരുന്നില്ല, വക്രബുദ്ധിയോടെ തട്ടിയെടുത്തതായിരുന്നു. ഇന്ത്യയുടെ അമൂല്യവും ഇതിഹാസവുമായ ആ കോഹിന്നൂർ രത്നം എങ്ങനെ ബ്രിട്ടനിലെത്തി? ഇന്നിപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ 4 രാജ്യങ്ങൾ കോഹിന്നൂർ രത്നം അവരുടേതാണെന്ന് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. ശാപത്തിൻ്റെയും അവകാശവാദങ്ങളുടെയും വിവാദങ്ങളുടെയും കോഹിന്നൂർ രത്നത്തിൻ്റെ ചോര പുരണ്ട ഇരുണ്ട ചരിത്രമാണ് നമ്മളിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പരിശോധിക്കുന്നത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ, അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. കോഹിന്നൂർ രത്നത്തിൻ്റെ യഥാർത്ഥ ചരിത്രം തുടങ്ങുന്നത് 1306-ലാണ്. ഇന്ന് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ല എന്നറിയപ്പെടുന്ന, എന്നാൽ പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മുഴുവൻ പ്രദേശങ്ങളും ഗോൾക്കൊണ്ട എന്ന പ്രദേശമായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കാകതീയ രാജവംശമായിരുന്നു ഈ ഗോൾക്കൊണ്ട പ്രദേശമാകെ ഭരിച്ചിരുന്നത്. ഈ പ്രദേശത്തിനുള്ളിലൂടെ കൃഷ്ണ നദി ഒഴുകുന്നുണ്ട്. ഈ ഗോൾക്കൊണ്ട പ്രദേശത്തിനുള്ളിൽ കൃഷ്ണ നദിയുടെ അരികിലായി വജ്രങ്ങൾ ഖനനം ചെയ്യുന്ന ഒരു മൈനിങ് സ്പോട്ടുണ്ട്. അക്കാലത്ത് ലോകത്തിലെ തന്നെ വജ്രങ്ങൾ ഖനനം ചെയ്യുന്ന ഒരേ ഒരു പ്രദേശമായിരുന്നു ഈ ഗോൾക്കൊണ്ട മേഖല. അതായത് 1730-ൽ ബ്രസീലിൽ മറ്റൊരു വജ്രഖനി കണ്ടെത്തുന്നതുവരെ ഈ ഗോൾക്കൊണ്ട മേഖലയല്ലാതെ ലോകത്തിൽ മറ്റൊരിടത്തും വജ്രങ്ങൾ ഖനനം ചെയ്തിരുന്നില്ല. ഈ ഗോൾക്കൊണ്ട മേഖലയിലെ ഖനിത്തൊഴിലാളികൾ പുരാതനമായ പ്ലേസർ ഖനന വിദ്യയിലൂടെയായിരുന്നു വജ്രങ്ങൾ ഖനനം ചെയ്തിരുന്നത്. അതായത് കൃഷ്ണ നദി ഒഴുകിപ്പോകുന്ന ഗോൾക്കൊണ്ട ഖനിപ്രദേശത്ത് നിന്നും മണ്ണ് ശേഖരിച്ച് കൃഷ്ണ നദീജലത്തിൽ ആ മണ്ണ് കഴുകി അരിച്ചായിരുന്നു അന്നവർ വജ്രങ്ങൾ വേർതിരിച്ച് കണ്ടെത്തിയിരുന്നത്. അങ്ങനെ ഈ വജ്രങ്ങൾ ലോകമെമ്പാടും വ്യാപാരം ചെയ്തിരുന്നതും അക്കാലത്ത് ഇവിടെ നിന്ന് മാത്രമായിരുന്നു. അങ്ങനെയിരിക്കെ 1306-ൽ ഒരു ദിവസം പതിവ് പോലെ ഖനിത്തൊഴിലാളികൾ ഗോൾക്കൊണ്ട പ്രദേശത്ത് ഖനനം ചെയ്യുകയായിരുന്നു. എന്നാൽ പതിവ് പോലെ അവർക്ക് കിട്ടുന്ന വജ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ തിളക്കവും വലിപ്പവുമുള്ള വളരെ സവിശേഷമായ ഒരു വജ്രം അവർ കണ്ടെത്തി. അന്ന് അതിൻ്റെ ഭാരം 793 കാരറ്റായിരുന്നു, അതായത് 158.6 ഗ്രാം. അതുവരെ കിട്ടിയതിൽ വ്യത്യസ്തവും വലുപ്പവുമേറിയ ആ വജ്രം ഖനിത്തൊഴിലാളികൾ അന്ന് ആ ഗോൾക്കൊണ്ട പ്രദേശത്ത് ഭരിച്ചിരുന്ന കാകതീയ രാജവംശത്തിലെ ഭരണാധികാരികൾക്ക് ഇത് കൈമാറി. അങ്ങനെ 1306-ൽ കാകതീയ രാജവംശത്തിലെ ഭരണാധികാരികൾ പിൽക്കാലത്ത് കോഹിന്നൂർ എന്ന് വിളിക്കപ്പെട്ട വജ്രത്തിൻ്റെ ആദ്യത്തെ രേഖപ്പെടുത്തപ്പെട്ട ഉടമകളായി. ഇതിൽ നിങ്ങൾ ചരിത്രപരമായി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമെന്തെന്ന് വെച്ചാൽ, ഖനിത്തൊഴിലാളികൾ 1306-ൽ കാകതീയ രാജവംശത്തിന് ആ വലിയ സവിശേഷമായ വജ്രം സമ്മാനമായി നൽകിയത് മുതൽ 1739 വരെയുള്ള 4 നൂറ്റാണ്ടുകൾ ഈ വജ്രത്തിന് കോഹിന്നൂർ എന്ന പേരുണ്ടായിരുന്നില്ല. അതുവരെ ഈ വജ്രം അറിയപ്പെട്ടിരുന്നത് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സവിശേഷമായ രത്നം, അതായത് ഈ രത്നത്തേക്കാൾ വിലപിടിപ്പുള്ളത് അന്നത്തെ കാലത്ത് ലോകത്ത് മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, അത്ര സവിശേഷമായ രത്നനിധിയായിട്ടായിരുന്നു അക്കാലത്ത് ഈ വജ്രത്തെ അവർ കണ്ടിരുന്നത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആ വജ്രനിധി കൊള്ളയടിക്കാൻ ഡൽഹി കീഴടക്കാനെത്തിയ പേർഷ്യൻ ചക്രവർത്തിയായ നാദിർഷയാണ് 1739-ൽ ഈ സവിശേഷമായ വജ്രരത്നത്തെ പ്രകാശത്തിൻ്റെ പർവ്വതം എന്ന അർത്ഥം വരുന്ന കോഹിന്നൂർ എന്ന പേർഷ്യൻ പദം ആദ്യമായിട്ട് വിളിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. എപ്പോൾ മുതൽക്കാണ് ആ അമൂല്യ വജ്രരത്നത്തിന് കോഹിന്നൂർ എന്ന പേര് ലഭിച്ചത് എന്ന് ആദ്യമേ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. നമുക്ക് വീണ്ടും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1306-ലേക്ക് പോകാം. 1306-ലാണ് അന്നത്തെ ഗോൾക്കൊണ്ട പ്രദേശത്ത് നിന്ന് ഖനിത്തൊഴിലാളികൾ ഈ വജ്രരത്നം കണ്ടെത്തുന്നതും അതവർ അവരുടെ കാകതീയ രാജാക്കന്മാർക്ക് നൽകുന്നതും. ഇപ്പോൾ ആ അമൂല്യമായ വജ്രം കാകതീയ രാജവംശത്തിൻ്റെ സ്വന്തമാണ്. ഈ രാജവംശം ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നതും ആരാധിച്ചിരുന്നതും അവരുടെ കുലദേവതയായ ഭദ്രകാളിയായിരുന്നു. ആ ഒരു കാലഘട്ടത്ത് ആ ഒരു പ്രദേശത്താകെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു വിശ്വാസമായിരുന്നു,
ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള നിധി ആർക്കെങ്കിലും ലഭിച്ചാൽ അവർ ശക്തരായി ലോകത്തെ ഭരിക്കും. എന്നാൽ ക്രമേണ നിർഭാഗ്യങ്ങൾ അവരെ പിന്തുടരുകയും അതവരുടെ സർവനാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്നൊരു ശാപവിശ്വാസം അക്കാലത്ത് അവരുടെ ഇടയിൽ നിലനിന്നിരുന്നു. ദൈവങ്ങൾക്കും സ്ത്രീകൾക്കും മാത്രമേ ഈ ശാപങ്ങൾ ഫലിക്കാതെ ആ നിധിരത്നം കൈവശം വയ്ക്കാൻ കഴിയുകയുള്ളൂ എന്നതായിരുന്നു അവരുടെ വിശ്വാസം. ഈ കാകതീയ രാജവംശത്തിന് അവർ ഭരിച്ചിരുന്ന ഗോൾക്കൊണ്ടയുടെ തലസ്ഥാനമായ വാറങ്കലിൽ അവരുടെ കുലദേവതയായ ഭദ്രകാളിക്ക് വലിയൊരു ക്ഷേത്രമുണ്ടായിരുന്നു. നിർഭാഗ്യങ്ങളും ശാപങ്ങളും വരാതിരിക്കുന്നതിനായി ആ രാജകുടുംബം ആ വലിയ വജ്രരത്നം ആ ക്ഷേത്രത്തിനുള്ളിലെ ഭദ്രകാളി വിഗ്രഹത്തിൻ്റെ ഇടത് കണ്ണിൽ പ്രതിഷ്ഠിച്ചു. ഈ വലിയ വജ്രരത്നം കാകതീയ രാജവംശത്തിൻ്റെ കൈകളിൽ എത്തുന്ന സമയത്ത് ഈ കാകതീയ രാജവംശത്തിന് സമ്പത്തും അധികാരങ്ങൾ, തുറമുഖം, ശക്തരായ പടയാളികൾ, ശക്തമായ ഭരണ സംവിധാനങ്ങളാൽ ആർക്കും തകർക്കാൻ പറ്റാത്ത ശക്തികളായിരുന്നു. എന്നാൽ ആ വജ്രരത്നം അവരുടെ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ചുവെങ്കിലും പതിയെ പതിയെ ഈ കാകതീയ രാജവംശത്തിന് നിർഭാഗ്യങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെയിരിക്കുന്ന സമയത്താണ് അന്നത്തെ ഡൽഹി ചക്രവർത്തിയായിരുന്ന അലാവുദ്ദീൻ ഖിൽജി അദ്ദേഹത്തിൻ്റെ സൈനിക ജനറൽ മാലിക് കഫൂറിനെ കാകതീയ രാജവംശ സാമ്രാജ്യത്തെ ആക്രമിക്കാൻ പറഞ്ഞയക്കുന്നത്. അതുവരെയും ഇത്രയും കാലം ഒരു യുദ്ധങ്ങളിലും പരാജയപ്പെടാതിരുന്ന കാകതീയ സാമ്രാജ്യം മാലിക് കഫൂറിൻ്റെ സൈന്യത്തിനു മുന്നിൽ മുട്ടുമടക്കി. മാലിക് കഫൂറിൻ്റെ നേതൃത്വത്തിൽ കാകതീയ രാജവംശത്തിൻ്റെ സമ്പത്തും നിധിശേഖരങ്ങളുമെല്ലാം കൊള്ളയടിക്കപ്പെട്ടു. കൂട്ടത്തിൽ വാറങ്കലിലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ ശില്പത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന ആ അപൂർവ വജ്രരത്നവും അവർ കൈക്കലാക്കി മാലിക് കഫൂറിൻ്റെ സൈന്യം ഡൽഹി അലാവുദ്ദീൻ ഖിൽജിയുടെ സുൽത്താനേറ്റിലേക്ക് കൊണ്ടുപോയി. ഡൽഹിയിലെ സുൽത്താൻ്റെ കൊട്ടാരത്തിലെത്തിച്ച കൊള്ളയടിച്ച നിധികളും സമ്പത്തുകളും വിലയിരുത്തുന്നതിനായിട്ടുള്ള ചുമതല ഖ്വാജ ഹാജി എന്ന ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു. ആ സമയത്താണ് അക്കൂട്ടത്തിൽ വലിപ്പമേറിയതും നല്ല തിളക്കത്തോടെ പ്രകാശിക്കുന്നതുമായ ഒരു വജ്രം ചക്രവർത്തിയായ അലാവുദ്ദീൻ ഖിൽജിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിൻ്റെ വില എത്രത്തോളം വരുമെന്ന് അലാവുദ്ദീൻ ഖിൽജി ഇതിൻ്റെ മൂല്യം നിർണ്ണയിക്കാൻ ഏൽപ്പിച്ച ഖ്വാജ ഹാജിയോട് ചോദിച്ചപ്പോൾ ഖ്വാജ ഹാജി പറഞ്ഞത്, ഈ വജ്രരത്നം വളരെ സവിശേഷമായ ഒന്നാണ്. ഇത്തരത്തിലുള്ള ഒന്ന് ഇത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇതിൻ്റെ മൂല്യം കണക്കാക്കാൻ കഴിയുകയില്ല. അത്രത്തോളം മൂല്യമുള്ള സവിശേഷമായ ഒന്നാണിത്. അപ്പോഴാണ് സുൽത്താനായ അലാവുദ്ദീൻ ഖിൽജിക്ക് ആ വജ്രരത്നത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായത്. ഇപ്പോൾ ഈ വജ്രം അലാവുദ്ദീൻ ഖിൽജിയുടെ കൈവശമാണ്. ആ അമൂല്യ വജ്രരത്നം കൈവശം വന്നതോടെ സുൽത്താനായ അലാവുദ്ദീൻ ഖിൽജിക്കും പല നിർഭാഗ്യങ്ങളും അനിഷ്ട സംഭവങ്ങളും സംഭവിച്ചു തുടങ്ങി. 1316 അലാവുദ്ദീൻ ഖിൽജി മരണപ്പെടുന്നു. ഈ സമയത്ത് സൈനിക ജനറലായിരുന്ന മാലിക് കഫൂർ അലാവുദ്ദീൻ ഖിൽജിയുടെ ഇളയ മകനെ ഡമ്മി ഭരണാധികാരിയാക്കി നിയമിച്ചുകൊണ്ട് മാലിക് കഫൂർ ഭരണ നിയന്ത്രണം പിടിച്ചെടുക്കുന്നു. എന്നാൽ അധികം താമസിക്കാതെ തന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ മൂത്ത മകൻ ഖുത്ബുദ്ദീൻ മുബാറക് ഷാ അധികാരം പിടിച്ചെടുക്കുന്നതിനായി ഇളയ സഹോദരനെയും മാലിക് കഫൂറിനെയും വധിക്കുകയും ചെയ്തു. തുടർന്ന് വീണ്ടും നിരവധി പ്രശ്നങ്ങൾ ഉടലെടുത്തതോടെ ആ അലാവുദ്ദീൻ ഖിൽജിയുടെ രാജവംശം തന്നെ തകർന്ന് തരിപ്പണമായിപ്പോയി. പിന്നെ ഈ അമൂല്യമായ വജ്രരത്നം തുഗ്ലക് രാജവംശത്തിൻ്റെതായി മാറി. എന്നാൽ പ്രബലമായ തുഗ്ലക് രാജവംശവും തകർന്നു. ഇതേ രീതിയിൽ ഈ അമൂല്യമായ വജ്രരത്നം നിരവധി രാജാക്കന്മാരുടെയും നിരവധി രാജവംശങ്ങളിലൂടെയും കടന്നുപോയി. ഇങ്ങനെ വിവിധങ്ങളായ രാജപരമ്പരകളുടെ പതനത്തിനു കാരണം ഈ അമൂല്യമായ വജ്രരത്നം കൈവശം വച്ചിരുന്നതിനാലാണ് നിർഭാഗ്യങ്ങളും ദുർവിധികളും വന്ന് അവരെ സർവനാശത്തിലേക്ക് എത്തിച്ചത് എന്ന വിശ്വാസം നാടാകെ പ്രചരിച്ചു. ഈ അമൂല്യ വജ്രത്തിന് മാന്ത്രിക ശക്തി ഉണ്ടാകും എന്നുപോലും നാടാകെ സംസാരമായിരുന്നു. പല പല രാജവംശങ്ങൾ കൈമറിഞ്ഞ് ആ അമൂല്യരത്നം ഇബ്രാഹിം ലോധിയിലും എത്തിയിരുന്നു. എന്നാൽ 1526 ഒന്നാം പാരിപ്പറ്റ് യുദ്ധത്തിൽ ബാബറും മകൻ ഹുമയൂണും ചേർന്ന് ഡൽഹി സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോധിയെ വധിച്ച് ആ അമൂല്യമായ വജ്രരത്നം ബാബറിൻ്റെ കൈവശം കൊണ്ടുവന്നു. ഈ സമയത്ത് ബാബറിൻ്റെ മകൻ ഹുമയൂൺ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ മനോഹരമായ രത്നത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ഇത്രയും അധികം ആളുകൾ ഈ രത്നത്തെക്കുറിച്ച് പറയുന്നത് എന്തിനാണ്? എന്താണ് ഈ രത്നത്തിൻ്റെ പ്രത്യേകത? എന്താണ് ഈ രത്നത്തിൻ്റെ മൂല്യം? അപ്പോൾ ബാബർ പറഞ്ഞത്, ഈ വജ്രരത്നത്തിന് ലോകത്തിലെ എല്ലാ ആൾക്കാരെയും ഒരു ദിവസത്തേക്ക് സുഭിക്ഷമായി തീറ്റിപ്പോറ്റാൻ കഴിയുമെന്നാണ്. ബാബറിൻ്റെ കൈവശം ഈ അമൂല്യമായ രത്നം എത്തിപ്പെട്ടതോടെ പിന്നെ ഈ വജ്രം അറിയപ്പെട്ടിരുന്നത് ബാബർ ഡയമണ്ട് എന്നായിരുന്നു. എന്നാൽ ഏതാണ്ട് 4 വർഷങ്ങൾ കഴിയുന്ന സമയത്ത് 1530 ഡിസംബർ 26 ബാബർ മരിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ഹുമയൂൺ ആയിരുന്നു രാജസിംഹാസനത്തിൽ കയറിയത്.
എന്നാൽ മുഗൾ സാമ്രാജ്യം മുഴുവനുമായും ദുർബലമാകാൻ തുടങ്ങി. അവസരം കണ്ട ഷേർഷാ സുരി ഹുമയൂണിനെ ആക്രമിച്ചു. ഹുമയൂൺ പരാജയപ്പെടാൻ തുടങ്ങിയപ്പോൾ ഹുമയൂൺ ജീവരക്ഷാർത്ഥം അവിടെ നിന്നും പലായനം ചെയ്തു. എന്നാൽ അദ്ദേഹം ഒരു കാര്യം അദ്ദേഹത്തിനോടൊപ്പം കൂട്ടാൻ മറന്നില്ല. ലോകത്തിലെ ഏറ്റവും അമൂല്യമായ ആ വജ്രരത്നം അദ്ദേഹത്തിനോടൊപ്പം കൂടെ കരുതിയിരുന്നു. 1544 ജൂലൈയിൽ ഹുമയൂൺ തൻ്റെ ജീവരക്ഷാർത്ഥം പലായനം ചെയ്തെത്തിയത് ഇന്നത്തെ ഇറാൻ എന്നറിയപ്പെടുന്ന അന്നത്തെ പേർഷ്യയിലേക്കായിരുന്നു. പേർഷ്യയിലെത്തിയ ഹുമയൂൺ സഫാവിദ് രാജവംശത്തിലെ ഷാ തഹ്മാസ്പയുടെ സഹായം തേടി. തഹ്മാസ്പ ഹുമയൂണിന് രാജകീയമായ അഭയം നൽകുകയും സുരക്ഷ ഒരുക്കുകയും നഷ്ടപ്പെട്ട സാമ്രാജ്യം തിരിച്ചു പിടിക്കുന്നതിനായിട്ടുള്ള കുതിരപ്പട അടക്കമുള്ള സൈനിക സഹായം നൽകുകയും ചെയ്തു. ഇത്രയും ചെയ്ത് തന്നെ സഹായിച്ചതിൻ്റെ നന്ദി സൂചകമായി ഹുമയൂൺ തൻ്റെ കൈവശം കരുതിയിരുന്ന ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആ അമൂല്യ വജ്രരത്നം ഹുമയൂൺ തഹ്മാസ്പിന് നൽകി. അങ്ങനെ ആ അമൂല്യ വജ്രരത്നത്തിൻ്റെ ഉടമസ്ഥാവകാശം ആദ്യമായി ഇന്ത്യൻ ഭൂപ്രകൃതി വിട്ട് പുറത്തേക്ക് പോയി. അതായത് ഇന്നത്തെ ഇറാൻ എന്നറിയപ്പെടുന്ന അന്നത്തെ പേർഷ്യയിലേക്ക്. എന്നാൽ അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല. വീണ്ടും പല സംഭവവികാസങ്ങളും നടന്നു. ഇപ്പോൾ ആ അമൂല്യമായ വജ്രരത്നം പേർഷ്യയിലെ ഷിയ മുസ്ലിമായ തഹ്മാസ്പിൻ്റെ കൈവശമായിരുന്നു. എന്നാൽ സുന്നി നേതൃത്വത്തിലുള്ള ഒട്ടോമൻ സാമ്രാജ്യം അതിവേഗം വ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഇതേ സമയം തഹ്മാസ്പ് വളരെ അരക്ഷിതാവസ്ഥയിലായി. സുന്നി ഒട്ടോമൻ സാമ്രാജ്യം ഷിയ മുസ്ലിമായ തൻ്റെ പേർഷ്യൻ സാമ്രാജ്യത്തെ ആക്രമിക്കുമോ എന്ന ഭയം അദ്ദേഹത്തിനുണ്ടായി. ആയതിനാൽ ലോകത്തിലെ എല്ലാ ഷിയ മുസ്ലിം ചക്രവർത്തിമാരെയും ഒന്നിപ്പിച്ച് തനിക്കൊരു പിൻബലമുണ്ടാക്കാൻ പേർഷ്യൻ ഭരണാധികാരിയായ തഹ്മാസ്പ് ശ്രമിച്ചു. അങ്ങനെയിരിക്കെ ഇന്ത്യയിലെ അഹമ്മദാബാദ് സുൽത്താനേറ്റിലെ രാജാവായ ബുർഹാൻ നിസാം ഷാ ആ പ്രദേശത്തെ ശക്തനായ ഷിയ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഭരണാധികാരിയായിരുന്നു. അങ്ങനെ 1547 തഹ്മാസ്പ് തൻ്റെ വിശ്വസ്തനായ മെഹദർ ജമയെ ബുർഹാൻ നിസാം ഷായുമായി സഖ്യമുണ്ടാക്കാൻ ഇന്ത്യയിലേക്ക് അയക്കുന്നു. ഒപ്പം ഏറ്റവും അമൂല്യമായ ആ വജ്രരത്നവും. അങ്ങനെ സഖ്യബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ആ അമൂല്യമായ വജ്രനിധി അഹമ്മദ് നഗർ സുൽത്താനേറ്റിലെ രാജാവായ ബുർഹാൻ നിസാം ഷായ്ക്ക് സമ്മാനിക്കുന്നു. അങ്ങനെ ആ അമൂല്യമായ വജ്രരത്നം ഇന്ത്യയിലേക്ക് വീണ്ടും തിരിച്ചെത്തി. എന്നാൽ ഈ വജ്രനിധി വീണ്ടും ഇന്ത്യക്കുള്ളിലെ ഒരു രാജാവിൽ നിന്നും മറ്റൊരു രാജാവിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടേയിരുന്നു. പലപ്പോഴും സമ്പത്തിനും നിധികൾക്കും വേണ്ടിയുള്ള യുദ്ധങ്ങളിൽ ശക്തരായ രാജാക്കന്മാർ ഈ അമൂല്യമായ നിധി കൈവശപ്പെടുത്തുന്നതും പതിവായിരുന്നു. അങ്ങനെ ഒടുവിൽ 1656 ജൂലൈ 7 ഈ അമൂല്യമായ വജ്രനിധി ഷാജഹാന്റെ കൈവശമെത്തി. ഷാജഹാൻ ചക്രവർത്തി ഈ രത്നത്തോട് വളരെയധികം ആസക്തി പ്രകടിപ്പിച്ചിരുന്നു. ഷാജഹാൻ അതിനെ ഒരു രാജകീയ രത്നപ്പെട്ടിയിൽ പ്രത്യേകം സൂക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഹെർട്ടൻസിയോ ബോർജിയോ എന്നൊരു ഡയമണ്ട് കട്ടർ ഉണ്ടായിരുന്നു. എന്ത് വില കൊടുത്തും ആ വലിപ്പമേറിയ രത്നത്തെ മനോഹരമാക്കാനുള്ള ചുമതല ഷാജഹാൻ അദ്ദേഹത്തിന് നൽകി. ആ വജ്രക്കല്ല് കൂടുതൽ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിനും കൂടുതൽ മനോഹരമാക്കുന്നതിനുമായി ഹെർട്ടൻസിയോ ആ വലിപ്പമേറിയ വജ്രക്കല്ലിനെ മുറിക്കാനും മിനുക്കാനും തുടങ്ങി. അങ്ങനെ മുറിച്ചും മിനുക്കിയും ഹെർട്ടൻസിയോ ആ വജ്രത്തെ 793 ക്യാരറ്റിൽ നിന്നും 280 ക്യാരറ്റായി കുറച്ചു. അതായത് ആ വലിപ്പമേറിയ വജ്രത്തിൻ്റെ പകുതിയിലേറെയും വെട്ടിയും മിനുക്കിയും കളഞ്ഞു. ഇത് കണ്ട ഷാജഹാൻ ചക്രവർത്തിക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഹെർട്ടൻസിയോയ്ക്ക് അന്നത്തെ 10,000 പണം പിഴ ചുമത്തി. ഇതേ സമയത്ത് ഷാജഹാൻ ചക്രവർത്തി ലോകത്തിലെ ഏറ്റവും വിലയേറിയ മയൂര സിംഹാസനമായ തഖ്ത് ഇ തൗസ് നിർമ്മിക്കുകയായിരുന്നു. ഇത് വളരെ സവിശേഷമായ ഒരു മയൂര സിംഹാസനമായിരുന്നു. നീലക്കല്ലുകൾ, മാണിക്യങ്ങൾ, മരതകം, മുത്തുകൾ, 1134 കിലോ സ്വർണം, 227 കിലോഗ്രാമോളം വരുന്ന രത്നക്കല്ലുകൾ എന്നിവയെല്ലാം ചേർത്ത് അത്യാഡംബരമായി നിർമ്മിച്ച മയൂര സിംഹാസനം പിന്നീട് നിർമ്മിച്ച താജ്മഹലിനേക്കാളും ചിലവേറിയതായിരുന്നു. ആ മയൂര സിംഹാസനത്തിലേക്ക് ആ അമൂല്യമായ വജ്രരത്നം കൂടി പതിപ്പിച്ചതോടെ ആ മയൂര സിംഹാസനം കൂടുതൽ സവിശേഷവും ഗംഭീരവുമായി. അതോടെ ഇത്രയും ആഡംബരവും ആർഭാടവുമായ ലോകത്തിലെ ഏറ്റവും വിലയേറിയ മയൂര സിംഹാസനത്തെക്കുറിച്ച് എല്ലായിടത്തും പ്രസിദ്ധമായി. ഷാജഹാൻ ചക്രവർത്തി അത് തൻ്റെ സിംഹാസനമായി ഉപയോഗിക്കാൻ തുടങ്ങി. അതിനുശേഷം ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ നിർമ്മിക്കുന്നു. അതിനുശേഷം അദ്ദേഹം മറ്റൊരു കറുത്ത താജ്മഹൽ നിർമ്മിക്കവേ ഖജനാവിലെ പണം വെറുതെ ദൂർത്തടിക്കുന്നു എന്ന് പറഞ്ഞ് 1658 ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ഔറംഗസേബ് ഷാജഹാനെ ആഗ്ര കോട്ടയിൽ തടവിലാക്കി. അതിനുശേഷം ഔറംഗസേബ് സ്വയം രാജഭരണം ഏറ്റെടുത്തു.
ആഡംബരങ്ങളോടൊന്നും അധികം താല്പര്യമില്ലാത്തതുകൊണ്ടാകാം അദ്ദേഹം ഔപചാരിക കിരീടധാരണമൊന്നും നടത്തിയിരുന്നില്ല. മാത്രമല്ല, അമൂല്യമായ ആ വജ്രരത്നം പതിപ്പിച്ച മയൂര സിംഹാസനത്തിൽ ഇരിക്കാൻ പോലും അദ്ദേഹം കൂട്ടാക്കിയിരുന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ടാകാം ഔറംഗസേബ് ദീർഘകാലം ഭരിച്ചിരുന്നത്. ഔറംഗസേബിന് ശേഷം നിരവധി രാജാക്കന്മാർ ഭരണത്തിൽ വന്നു. അവരെല്ലാം ആ അമൂല്യ വജ്രരത്നം പതിപ്പിച്ച ആ മയൂര സിംഹാസനം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ആയതിനാലാകാം അവർക്ക് ദീർഘകാലം ആ അധികാരത്തിൽ ഇരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം 1719 ആഡംബരപ്രിയനായ മുഹമ്മദ് ഷാ രംഗീല അധികാരത്തിൽ വന്നപ്പോൾ മുഗൾ സാമ്രാജ്യം വളരെ ദുർബലമായി. പ്രഭുക്കന്മാർക്കിടയിലെ ആഭ്യന്തര കലാപവും മറാത്ത സാമ്രാജ്യം പോലുള്ള പ്രാദേശിക ശക്തികളുടെ ഉദയവും മുഗൾ സാമ്രാജ്യത്തെ ദുർബലമാക്കി. എന്നാൽ ഡൽഹിയിലെ മുഗളന്മാരുടെ പക്കൽ വളരെ അറിയപ്പെടുന്ന അമൂല്യമായ വജ്രനിധി അടക്കം ധാരാളം നിധിയും സമ്പത്തും ഉണ്ടായിരുന്നതിനാൽ ഇന്നത്തെ ഇറാൻ എന്നറിയപ്പെടുന്ന അന്നത്തെ പേർഷ്യയിൽ നിന്ന് നാദിർ ഷാ അവസരം മുതലാക്കി മുഗൾ സാമ്രാജ്യത്തെ ആക്രമിക്കുവാൻ ഡൽഹിയിലെത്തി. 1739 ഡൽഹി ആക്രമിച്ച മുഹമ്മദ് ഷാ രംഗീലയെ പരാജയപ്പെടുത്തിയ നാദിർ ഷായുടെ ലക്ഷ്യം മുഗളന്മാരുടെ പക്കലുണ്ടായിരുന്ന അടങ്ങാത്ത നിധിശേഖരം കൊള്ളയടിച്ച് പേർഷ്യയിലേക്ക് പോവുക എന്നത് മാത്രമായിരുന്നു. അങ്ങനെ നാദിർ ഷാ മുഹമ്മദ് ഷാ രംഗീലയുടെ കീഴിലുണ്ടായിരുന്ന എല്ലാ നിധിശേഖരങ്ങളും സമ്പത്തുകളും കൊള്ളയടിക്കാൻ തുടങ്ങി. ആഡംബരമായ മയൂര സിംഹാസനം പൊളിച്ച് അതിലെ എല്ലാ വിലപിടിപ്പുള്ളതും നാദിർ ഷാ സ്വന്തമാക്കി. എന്നാൽ നാദിർ ഷാ ഒരുപാട് കേട്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും അമൂല്യമായ ഒന്ന് ആ മയൂര സിംഹാസനത്തിൽ ഉണ്ടായിരുന്നില്ല. യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ മുഹമ്മദ് ഷാ രംഗീല ആ അമൂല്യമായ വജ്രം മയൂര സിംഹാസനത്തിൽ നിന്ന് ഇളക്കിയെടുത്ത് ഒളിപ്പിച്ചിരുന്നു. എന്നാൽ നാദിർ ഷാ താൻ ഒരുപാട് കേട്ടിട്ടുള്ള ആ അമൂല്യമായ വജ്രനിധിക്ക് വേണ്ടി ആകാംക്ഷയോടെ ആ കൊട്ടാരമാകെ അരിച്ചുപെറുക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുഹമ്മദ് ഷാ രംഗീലയുടെ കൊട്ടാരത്തിലെ ഒരു വേശ്യയിൽ നിന്ന് നാദിർ ഷാ ആ ഒരു രഹസ്യം തിരിച്ചറിയുന്നത്. ലോകത്തിലെ ആ അമൂല്യമായ വജ്രരത്നം മുഹമ്മദ് ഷാ രംഗീലയുടെ തലപ്പാവിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് എന്നത്. പണ്ടത്തെ രാജപാരമ്പര്യമനുസരിച്ച് 2 രാജാക്കന്മാർ സൗഹാർദ്ദപരമായി പിരിയുമ്പോൾ അവർ ധരിച്ചിരിക്കുന്ന തലപ്പാവുകൾ ഊരി കൈമാറുകയോ ആദരവ് പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നാദിർ ഷാ മുഹമ്മദ് ഷാ രംഗീലയോട് നമുക്ക് പരസ്പരം തലപ്പാവ് കൈമാറാം എന്ന് നിർദ്ദേശിച്ചു. മുഹമ്മദ് ഷാ രംഗീല ആദ്യമൊക്കെ പലതവണ വിസമ്മതിച്ചുവെങ്കിലും ഒടുവിൽ അദ്ദേഹത്തിന് തൻ്റെ തലപ്പാവ് തലയിൽ നിന്നും എടുക്കേണ്ടി വന്നു. ഉടനെ തന്നെ തലപ്പാവിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ആ അമൂല്യമായ സവിശേഷമായ വജ്രനിധി താഴെ വീണു. അത് വീണ ഉടനെ തന്നെ അതിൻ്റെ തിളക്കം കണ്ട നാദിർ ഷാ പേർഷ്യൻ വാക്കിൽ അതിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചു: കോഹിന്നൂർ. അതിൻ്റെ അർത്ഥം പ്രകാശത്തിൻ്റെ പർവ്വതം എന്നായിരുന്നു. ഇവിടെ മുതൽക്കാണ് ആ അമൂല്യമായ വജ്രരത്നത്തിന് കോഹിന്നൂർ എന്ന പേര് ലഭിച്ചത്. അങ്ങനെ കൊള്ളയടിച്ചതെല്ലാം എടുത്ത് ആ കോഹിന്നൂരുമായി നാദിർ ഷാ പേർഷ്യയിലേക്ക് പോയി. അങ്ങനെ ആ കോഹിന്നൂർ വീണ്ടും ഇന്ത്യ വിട്ട് പേർഷ്യയിലേക്ക് എത്തി. എന്നാൽ കോഹിന്നൂർ സ്വന്തമാക്കിയതോടെ നാദിർ ഷായുടെ ഏറ്റവും മോശം ദിവസങ്ങൾ ആരംഭിച്ചു. നിർഭാഗ്യങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി. 1717 ജൂൺ 20 15ഓളം ഗൂഢാലോചനക്കാർ ചേർന്ന് ഉറക്കത്തിൽ അദ്ദേഹത്തെ കുത്തിക്കൊലപ്പെടുത്തി. അങ്ങനെ നാദിർ ഷായുടെ മരണത്തോടെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സാമ്രാജ്യവും ദുർബലമായി. അതോടെ അദ്ദേഹത്തിൻ്റെ ഖജനാവ് മുഴുവനായും കൊള്ളയടിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിരുന്ന കാവൽക്കാരൻ ജനറൽ അഹമ്മദ് ഷാ ദുറാനി ഖജനാവിൽ നിന്നും കോഹിന്നൂർ അദ്ദേഹം കരസ്ഥമാക്കി പേർഷ്യയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയി അവിടെ ദുറാനി സാമ്രാജ്യം സ്ഥാപിച്ചു. അങ്ങനെ ഇപ്പോൾ കോഹിന്നൂർ അഫ്ഗാൻ രാജകുടുംബത്തിൻ്റെ ഭാഗമായി. അത് പിന്നെ വർഷങ്ങൾ തോറും കുടുംബത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നു. 1800കളിൽ അങ്ങനെ ആ കോഹിന്നൂർ രത്നം ഷാ ഷുജാ ദുറാനിയുടെ കൈവശമെത്തി. കോഹിന്നൂർ ലഭിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന് മോശം സമയം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ബന്ധു തന്നെ അധികാരത്തിനു വേണ്ടി കലാപം നടത്താൻ തുടങ്ങി. അതോടെ ഭയന്നുപോയ ഷാ ഷുജാ ദുറാനി അദ്ദേഹത്തിൻ്റെ ഭാര്യയായ വഹാബീഗത്തിനും സഹോദരൻ സമൻ ഷായ്ക്കും കോഹിന്നൂർ രത്നം നൽകി തൊട്ടടുത്ത രാജ്യമായ പഞ്ചാബിലേക്ക് സഹായം അഭ്യർത്ഥിക്കാനായി അയച്ചു. അങ്ങനെ അവരെ പറഞ്ഞയച്ച അതേ സമയത്ത് തന്നെ ഷാ ഷുജാ ദുറാനിയുടെ സ്വന്തം സൈനിക കമാൻഡർ തന്നെ ഷാ ഷുജാ ദുറാനിയെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കുന്നു. ഇതേ സമയത്ത് ഷാ ഷുജാ ദുറാനിയുടെ ഭാര്യയായ ബഹാബീഗവും സഹോദരൻ സമൻ ഷായും പഞ്ചാബിലെ രഞ്ജിത് സിംഗിൻ്റെ അടുത്ത് ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു. വഹാബീഗം മഹാരാജാവ് രഞ്ജിത് സിംഗിനോട് പറഞ്ഞു, തൻ്റെ ഭർത്താവിനെ തടങ്കലിൽ നിന്ന് രക്ഷിക്കുകയാണെങ്കിൽ
ലോകത്തിലെ ഏറ്റവും വിലയേറിയ രത്നമായ കോഹിന്നൂർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. ആ സമയത്ത് മഹാരാജ രഞ്ജിത് സിംഗ് വഹാബീഗത്തോട് ചോദിച്ചു, കോഹിന്നൂരിൻ്റെ പ്രത്യേകത എന്താണ്? അത് എത്രത്തോളം വിലമതിക്കുന്നതാണ്? അപ്പോൾ വഹാബീഗം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: വളരെ ആരോഗ്യപരമായ 5 മല്ലന്മാരിൽ 4 പേർ 4 വശത്തേക്കും ഒരാൾ ആകാശത്തേക്കും വളരെ ശക്തിയായി കല്ലെറിയുമ്പോൾ ആ കല്ലുകൾ എത്ര ദൂരത്തോളം എത്തുന്നോ അത്രയും പ്രദേശത്തിലും ഉയരത്തിലും സ്വർണം നിറച്ചാലും ഈ കോഹിന്നൂർ രത്നത്തിന് തുല്യമാകില്ല എന്നായിരുന്നു. അങ്ങനെ ഷാ ഷുജ ദുറാനിയെ രക്ഷപ്പെടുത്തിയാൽ കോഹിന്നൂർ രത്നം മഹാരാജ രഞ്ജിത് സിംഗിന് നൽകാമെന്ന് കരാർ ഉറപ്പിച്ചു. ആ കരാറിൽ ഒരു കാര്യം കൂടി രഞ്ജിത് സിംഗ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ആ അമൂല്യമായ വിലപിടിപ്പുള്ള കോഹിന്നൂർ രത്നം തരുന്നതല്ലേ, അതുകൊണ്ട് ഷാ ഷുജ ദുറാനിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ 3 ലക്ഷം രൂപയും 50 കുതിരകളെയും കൂടെ തരാം. എന്നാൽ അപ്പോൾ തന്നെ കോഹിന്നൂർ തനിക്ക് നൽകണം എന്നായിരുന്നു അത്. കരാർ ഉറപ്പിച്ചതിന് ശേഷം മഹാരാജ രഞ്ജിത് സിംഗ് തൻ്റെ സൈന്യത്തെ ഉപയോഗിച്ച് ഷാ ഷുജ ദുറാനിയെ വളരെ വേഗത്തിൽ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. കരാർ പ്രകാരം ഷാ ഷുജ ദുറാനിയുടെ ഭാര്യയായ വഹാബീഗം കോഹിന്നൂർ രത്നം മഹാരാജ രഞ്ജിത് സിംഗിന് കൈമാറേണ്ടതായിരുന്നു. പക്ഷേ അവർ ഒഴിവ് കിഴിവുകൾ പറഞ്ഞ് ആ കോഹിന്നൂർ രത്നം കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ നിരവധി ചർച്ചകൾക്കു ശേഷം മഹാരാജ രഞ്ജിത് സിംഗ് അവരെ സമ്മർദ്ദത്തിലാക്കുകയും വീട്ടുതടങ്കലിലാക്കുകയും ചെയ്തു. അതോടെ ഷാ ഷുജ ദുറാനി 1813 ഒക്ടോബറിൽ കോഹിന്നൂർ രത്നം പഞ്ചാബിലെ മഹാരാജ രഞ്ജിത് സിംഗിന് ഔദ്യോഗികമായി നൽകി. കോഹിന്നൂർ രത്നം സ്വീകരിച്ച ശേഷം മഹാരാജ രഞ്ജിത് സിംഗ് വളരെ സന്തോഷവാനായിരുന്നു. അദ്ദേഹത്തിന് ആ കോഹിന്നൂർ രത്നം വളരെയധികം അങ്ങ് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം എപ്പോൾ പുറത്തു പോയാലും എല്ലാവരും കാണുന്ന രീതിയിൽ ആ കോഹിന്നൂർ രത്നം അഭിമാനത്തോടെ കയ്യിൽ കെട്ടുമായിരുന്നു. പിന്നീട് അദ്ദേഹം ആ കോഹിന്നൂർ രത്നം രാജകീയ നിധിപ്പെട്ടിയിൽ സൂക്ഷിക്കുകയും പ്രത്യേക വിശിഷ്ട ദിവസങ്ങളിൽ അദ്ദേഹം ധരിക്കുകയും ചെയ്തിരുന്നു. ആ കോഹിന്നൂർ രത്നം മധ്യത്തിലും അതിൻ്റെ 2 വശങ്ങളിലുമായി ഓരോ വജ്രങ്ങൾ വീതം പതിപ്പിച്ച ആഭരണമായിട്ടായിരുന്നു മഹാരാജ രഞ്ജിത് സിംഗ് അത് ഉപയോഗിച്ചിരുന്നത്. 1830 ആയപ്പോഴേക്കും ഇന്ത്യയിൽ ബ്രിട്ടീഷ് സ്വാധീനം വളരാൻ തുടങ്ങി. പഞ്ചാബിലെ സിഖ് സാമ്രാജ്യത്തിൻ്റെ പക്കലുള്ള കോഹിന്നൂർ അടക്കമുള്ള നിധികളെക്കുറിച്ച് നാടാകെ സംസാര വിഷയമായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ പോലും ആ നിധിയിൽ കണ്ണുവയ്ക്കാൻ തുടങ്ങി. അവരും ആ അമൂല്യമായ കോഹിന്നൂർ രത്നത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ 1830 തന്നെ ബ്രിട്ടീഷ് ഓഫീസറായ WG ഓസ്ബോൺ പഞ്ചാബിലെ സിഖ് സാമ്രാജ്യത്തിൻ്റെ കൊട്ടാരം സന്ദർശിക്കുകയും ദുഷ്ടലാക്കോടെ മഹാരാജ രഞ്ജിത് സിംഗിനോട് ആ കോഹിന്നൂർ രത്നം കാണിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. കാരണം അവർ അതിനെക്കുറിച്ച് ധാരാളം കേട്ടിരുന്നു. അങ്ങനെ മഹാരാജ രഞ്ജിത് സിംഗ് തൻ്റെ പക്കലുള്ള കോഹിന്നൂർ രത്നം ആ ബ്രിട്ടീഷ് ഓഫീസറെ കാണിക്കുകയും ചെയ്തു. ഈ സംഭവത്തെക്കുറിച്ചെല്ലാം ആ ബ്രിട്ടീഷ് ഓഫീസറായ WG ഓസ്ബോൺ എഴുതിയ കോർട്ട് ആൻഡ് ദ ക്യാമ്പ് ഓഫ് രഞ്ജിത് സിംഗ് എന്ന തൻ്റെ പുസ്തകത്തിൽ വ്യക്തമായ പരാമർശിക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വൃത്തികെട്ട വക്രബുദ്ധി ഇവിടെ പ്രയോഗിക്കുന്നത്. എങ്ങനെയും സിഖ് സാമ്രാജ്യത്തിൻ്റെയും അവിടുത്തെ നിധികളുടെയും നിയന്ത്രണം ഏറ്റെടുക്കാൻ ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചു. എന്നാൽ സിഖ് സാമ്രാജ്യം അപ്പോഴും വളരെ ശക്തരായിരുന്നു. ആയതിനാൽ തന്നെ ബ്രിട്ടീഷുകാർക്ക് ആ സമയത്ത് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ വർഷങ്ങൾ ധാരാളം കടന്നുപോയി. 1838 ആകുന്ന സമയത്ത് ഒരു യുദ്ധത്തിലുണ്ടായ മുറിവുകളിൽ നിന്ന് ബാധിച്ച ചില രോഗങ്ങൾ കാരണം മഹാരാജ രഞ്ജിത് സിംഗ് അദ്ദേഹം കിടക്കയിലായി. അതിനോടൊപ്പം തന്നെ വസൂരി രോഗവും ബാധിച്ച് അദ്ദേഹത്തിൻ്റെ ഇടത് കണ്ണിലെ കാഴ്ചയും നഷ്ടപ്പെട്ടു. ഈ അവസ്ഥയിൽ കിടന്നിരുന്ന മഹാരാജ രഞ്ജിത് സിംഗ് ആ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തുകൾ വളരെ വ്യാപകമായി സംഭാവനകൾ നൽകാൻ തുടങ്ങി. കോഹിന്നൂർ രത്നം ഒഡീഷയിലെ പുരിയിലുള്ള ജഗന്നാഥ ക്ഷേത്രത്തിൽ സംഭാവന ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നതായി അന്നത്തെ സിഖ് കോടതിയുടെ ഔദ്യോഗിക രേഖയായ ഉംദത്ത് ഉദ് തവാരിഖിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. മരണശയ്യയിലായിരുന്ന മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ ആഗ്രഹപ്രകാരം പലതും സംഭാവനകൾ തുടർന്നു. എന്നാൽ കോഹിന്നൂർ എന്ന ആ അമൂല്യമായ രത്നം ദാനം ചെയ്യുന്ന കാര്യം വന്നപ്പോൾ ട്രഷറിയുടെ മേൽനോട്ടം വഹിക്കുകയായിരുന്ന ഖജാൻജി ബേൽറാം ആശങ്കാകുലനായി. കോഹിന്നൂർ ദാനം ചെയ്യുന്നതിൽ അദ്ദേഹം വിയോജിച്ചു. കോഹിന്നൂർ രത്നം സിഖ് സാമ്രാജ്യത്തിൻ്റെ സവിശേഷമായ ഒരു വജ്രനിധിയാണെന്നും വ്യക്തിപരമായ സ്വത്തല്ലെന്നും ആയതിനാൽ ഇത് ദാനം ചെയ്യാൻ പാടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇതിനിടയിൽ 1839 ജൂൺ 27 മഹാരാജ രഞ്ജിത് സിംഗ് മരണപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ കർക്ക് സിംഗ് സിംഹാസനമേറി. അങ്ങനെ കോഹിന്നൂർ ആർക്കും സംഭാവന ചെയ്യാതെ രഞ്ജിത് സിംഗിൻ്റെ മകൻ തന്നെ ആ കോഹിന്നൂർ രത്നം കൈവശം വച്ചു.
ഈ സമയത്തും ആ കോഹിന്നൂർ രത്നത്തിൻ്റെ ശാപങ്ങളും നിർഭാഗ്യങ്ങളും കർസിംഗിനെയും വേട്ടയാടി. അധികാരത്തിലേറി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തർ തന്നെ അദ്ദേഹത്തിന് വിഷം നൽകുകയും അങ്ങനെ 1840 നവംബർ 5 കർസിംഗ് മരിക്കുകയും ചെയ്തു. അതേ തുടർന്ന് രാജാ നൗനിഹാൽ സിംഗ് സിംഹാസനാരോഹണം ചെയ്യുകയും കോഹിന്നൂറിൻ്റെ അടുത്ത അവകാശിയാവുകയും ചെയ്തു. എന്നാൽ നിർഭാഗ്യം അദ്ദേഹത്തെയും പിന്തുടർന്നു. അദ്ദേഹത്തിൻ്റെ പിതാവായ കർസിംഗ് മരിച്ചതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ പിതാവിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കവേ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് ഒരു കമാനം തകർന്നു വീണ് 1840 നവംബർ 6 രാജാ നൗനിഹാൽ സിംഗ് മരണപ്പെടുകയും ചെയ്തു. പിന്നീട് കോഹിന്നൂർ രത്നം ഷേർ സിംഗിൻ്റെ കൈവശമെത്തി. എന്നാൽ നിർഭാഗ്യം അദ്ദേഹത്തെയും വേട്ടയാടി. 1843 സെപ്റ്റംബർ 15 അദ്ദേഹവും കൊല്ലപ്പെട്ടു. അങ്ങനെ എല്ലായിടത്തും കോഹിന്നൂർ രത്നം ഒരു ശപിക്കപ്പെട്ട നിധിയാണെന്ന് നാടാകെ പറഞ്ഞു വരുന്നു. ഈ കോഹിന്നൂർ രത്നം കൈവശം വച്ചിരുന്ന എല്ലാ രാജപരമ്പരകളും ദുർവിധികളും മരണങ്ങളും നേരിട്ടിരുന്നു. കോഹിന്നൂർ രത്നത്തിൻ്റെ ഇരുൾ നിറഞ്ഞ ശാപകഥകൾ പിന്നെ ദിനം പ്രതി പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വന്നു. ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഇന്ത്യയിൽ വ്യാപിച്ചതോടെ ഇംഗ്ലണ്ടിലും അമൂല്യമായ കോഹിന്നൂർ രത്നത്തിൻ്റെ വിശേഷണങ്ങൾ പത്രങ്ങളിൽ നിറഞ്ഞു പ്രശസ്തമായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് രാജ്ഞി പോലും ആ കോഹിന്നൂറിനോട് വളരെ താല്പര്യം കാണിച്ചിരുന്നു. പഞ്ചാബ് പ്രവിശ്യയിലെ മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ മരണശേഷം ഒന്നിനു പുറകെ ഒന്നായി മരണങ്ങൾ നടന്നതോടെ ആ രാജവംശം നിലനിർത്തുന്നതിനും നേതൃത്വം വഹിക്കുന്നതിനും പ്രാപ്തരായവരില്ലാതെ ആ സിഖ് സാമ്രാജ്യം ദുർബലമായി. രഞ്ജിത് സിംഗിൻ്റെ ഏറ്റവും ഇളയ മകനായ 5 വയസ്സുള്ള ദിലീപ് സിംഗ് അല്ലാതെ കിരീടാവകാശിയായി മറ്റാരും തന്നെ ജീവിച്ചിരിപ്പില്ല. അങ്ങനെ 1843 5 വയസ്സുള്ള ദിലീപ് സിംഗ് ഭരണാധികാരിയായി കിരീടധാരണം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അമ്മ മഹാറാണി ജിന്ദ് കൗർ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്തു. കോഹിന്നൂർ രത്നത്തിൻ്റെ ഇപ്പോഴത്തെ അവകാശിയും അവർ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ദുർബലമായ സിഖ് സാമ്രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒരു കഴുകനെ പോലെ തക്കം പാർത്തിരുന്ന ബ്രിട്ടീഷുകാർ ഇതാണ് അവസരമെന്ന് കണ്ട് 1845 ഡിസംബർ 11 ബ്രിട്ടീഷുകാർ സിഖ് സാമ്രാജ്യത്തെ ആക്രമിക്കുകയും അതിൻ്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. ഈ സമയത്ത് ദുലീപ് സിംഗിന് വെറും 7 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അതേസമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയെ കോട്ടയിൽ വീട്ടുതടങ്കലിലാക്കി. അതിനുശേഷം ബ്രിട്ടീഷുകാർ സിഖ് സാമ്രാജ്യത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ അധികാരങ്ങളും തങ്ങളുടെ കൈകളിലെടുത്തു. അതിനുശേഷം ലോകത്തിലെ ഏറ്റവും തരം താഴ്ന്ന പ്രവൃത്തിയിലൂടെ ബ്രിട്ടീഷുകാർ ആ കോഹിന്നൂർ രത്നം അവരുടേതാക്കി മാറ്റി. അതായത് അന്ന് വെറും 7 വയസ്സ് മാത്രം പ്രായമുള്ള മഹാരാജ ദുലീപ് സിംഗിനെ കൊണ്ട് ലാഹോർ ഉടമ്പടിയിൽ ഒപ്പുവെപ്പിച്ചു. ഈ ലാഹോർ ഉടമ്പടിയിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ആർട്ടിക്കിൾ 3 കോഹിന്നൂർ രത്നത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലാഹോർ ഉടമ്പടി പ്രകാരം കോഹിന്നൂർ എന്ന വിലമതിക്കാനാകാത്ത രത്നം ഔദ്യോഗികമായി ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാക്കി. പല യുദ്ധങ്ങൾക്കും രക്തച്ചൊരിച്ചിലുകൾക്കും മരണങ്ങൾക്കും കണ്ണുനീരുകൾക്കും സാക്ഷിയായ അമൂല്യവും വിലമതിക്കാനാകാത്തതുമായ പ്രശസ്തിയാൽ ലോകത്തെ അതിശയിപ്പിച്ച കോഹിന്നൂർ രത്നം കുതന്ത്രങ്ങളിലൂടെ രേഖാമൂലം വെറും 7 വയസ്സുകാരനായ മഹാരാജ ദുലീപ് സിംഗിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ച് ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. എന്നാൽ അത് അവിടം കൊണ്ടൊന്നും തീർന്നില്ല. ഇതിനൊരു ആധികാരിക രേഖ ഉണ്ടാക്കുന്നതിനായി 1849 ഡിസംബർ 7 എല്ലാവരുടെയും മുന്നിൽ വച്ച് കോഹിന്നൂർ രത്നം ബ്രിട്ടീഷുകാർക്ക് കൈമാറുന്ന ഒരു ചടങ്ങ് പോലും അവർ നടത്തി. ഇങ്ങനെ നാണംകെട്ട രീതിയിൽ സ്വന്തമാക്കിയ കോഹിന്നൂർ രത്നം ബ്രിട്ടീഷുകാർ അവരുടെ റാണിക്ക് സമ്മാനിക്കുവാൻ പദ്ധതിയിടുകയും ചെയ്തു. മാത്രവുമല്ല, കോഹിന്നൂർ രത്നത്തിൻ്റെ യഥാർത്ഥ ഉടമ ബ്രിട്ടീഷ് രാജ്ഞിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി അടുത്ത ദൗത്യം കോഹിന്നൂർ രത്നം ഇംഗ്ലണ്ടിലേക്ക്, അതായത് രാജ്ഞിയുടെ അടുത്തേക്ക് അയക്കുക എന്നതായിരുന്നു. എന്നാൽ ഈ കോഹിന്നൂർ രത്നം രാജ്ഞിക്ക് സമ്മാനിക്കുന്നതിന് മുന്നേ തന്നെ ഈ കോഹിന്നൂർ രത്നം എവിടെ നിന്ന് എപ്പോൾ കണ്ടെടുക്കപ്പെട്ടതാണെന്നും എത്ര നൂറ്റാണ്ടുകൾ ഏതൊക്കെ രാജപരമ്പരകളിലൂടെ കൈമാറിയതാണെന്നും ഈ കോഹിന്നൂർ രത്നം എന്തുകൊണ്ടാണ് ഇത്രയും അമൂല്യമായ ഒന്നായി മാറിയത് എന്നതിനെക്കുറിച്ചുമൊക്കെ ഒരു വ്യക്തമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നു. അങ്ങനെ അന്നത്തെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ഡെൽഹൌസി പ്രഭു ഈ ദൗത്യത്തിനായി അസിസ്റ്റന്റ് മജിസ്ട്രേറ്ററായ തിയോ മെറ്റ്കാഫിനെ കോഹിന്നൂർ രത്നത്തിൻ്റെ വസ്തുതാപരമായ ചരിത്രം ഗവേഷണം ചെയ്യാൻ നിയോഗിച്ചു. അതിൽ ഒന്നും തന്നെ വ്യാജമായി ഉണ്ടാകരുതെന്ന് കർശന നിർദ്ദേശവും നൽകിയിരുന്നു. അങ്ങനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ കോഹിന്നൂർ രത്നത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മെറ്റ്കാഫ് കണ്ടെത്തി. അത് എവിടെ നിന്നാണ് ഖനനം ചെയ്തത്, ഏത് വർഷത്തിലാണ് ഖനനം ചെയ്തത്, എങ്ങനെ ഓരോ രാജാക്കന്മാരിലും കൈമറിഞ്ഞെത്തി,
പിന്നെ കോഹിനൂറിനെ കുറിച്ച് സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന നിർഭാഗ്യത്തിൻ്റെ കഥകൾ. അങ്ങനെ അദ്ദേഹം കോഹിനൂറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. കോഹിനൂർ രത്നത്തെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം തന്നെ ഇംഗ്ലണ്ടിലെ പത്രങ്ങളിലും പ്രസിദ്ധീകരിച്ചു വന്നു. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളതും അമൂല്യവുമായ കോഹിനൂർ രത്നം ഉടനെ തന്നെ തങ്ങളുടെ രാജ്യത്ത് എത്തും എന്നറിഞ്ഞതോടെ ഇംഗ്ലണ്ടിലെ ജനങ്ങളും വളരെ ആവേശത്തിലായിരുന്നു. അങ്ങനെയിരിക്കെ അടുത്ത ദൗത്യം ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കോഹിനൂർ കൊണ്ടുപോവുക എന്നതായിരുന്നു. അങ്ങനെ ആദ്യം 1850 ഫെബ്രുവരി 2 ലാഹോർ കോട്ടയിൽ നിന്നും കോഹിനൂർ രത്നം ബോംബെയിലേക്ക് സുരക്ഷിതമായി കൊണ്ടുപോയി. 1850 ഏപ്രിൽ 6 ആ കോഹിനൂർ രത്നം ബ്രിട്ടീഷ് റോയൽ നേവി കപ്പലായ മെഡിയയിൽ ക്യാപ്റ്റൻ ലോക്യൂറിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിച്ചു. ഇപ്പോൾ ആ കോഹിനൂർ രത്നം ഇംഗ്ലണ്ട് ലക്ഷ്യമാക്കി നീങ്ങുന്ന കപ്പലിൽ വളരെ സുരക്ഷതയോടെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഈ കോഹിനൂർ രത്നം ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ശാപങ്ങൾ പോലെ നിർഭാഗ്യങ്ങൾ എത്തും എന്ന് പറയപ്പെട്ടിരുന്നത് പോലെ തന്നെ ആ കപ്പലിലും ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. കപ്പലിൽ കോളറ പടർന്നു പിടിച്ചു. രോഗം ബാധിച്ച് 2 കപ്പൽ ജീവനക്കാർ മരിച്ചു. മറ്റുള്ളവരുടെ ചികിത്സയ്ക്കായി അവർ മൗറീഷ്യസിൽ തങ്ങി. അതിനുശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ യാത്രാമധ്യേ ആ കപ്പൽ ഒരു കൊടുങ്കാറ്റിലകപ്പെട്ടു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ മറികടന്ന് 1850 ജൂലൈ 2 അവർ ഇംഗ്ലണ്ടിലെ പോർട്ട്സ്മൗത്ത് തുറമുഖത്തെത്തി. കോഹിനൂരുമായി വന്ന കപ്പൽ ഇംഗ്ലണ്ടിലെ പോർട്ടിൽ എത്തിയ വാർത്ത അവിടുത്തെ പത്രമാധ്യമങ്ങൾ ആഘോഷമാക്കിയെങ്കിലും അന്ന് തന്നെ ഇംഗ്ലണ്ടിലാകമാനം ഒരു ദുഃഖവാർത്ത കൂടി പരന്നു. ഭരണഘടനാ സഭയിൽ നിന്ന് കുതിരപ്പുറത്ത് വീട്ടിലേക്ക് മടങ്ങവേ കുതിരപ്പുറത്ത് നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രി റോബർട്ട് പീൽ 1850 ജൂലൈ 2 കോഹിനൂർ ഇംഗ്ലണ്ടിലെത്തിയ അതേ ദിവസം തന്നെ മരിക്കുന്നു. പിറ്റേ ദിവസം 1850 ജൂൺ 3 തന്നെ ബോർഡ് ഓഫ് കൺട്രോളിലെ ഉദ്യോഗസ്ഥനായ ജോൺ ഹോബ് ഹൗസ് പ്രശസ്തവും വിലമതിക്കാനാകാത്തതുമായ ആ കോഹിനൂർ രത്നം വിക്ടോറിയ രാജ്ഞിക്ക് കൈമാറുന്നു. ഈ കോഹിനൂർ രത്നം സ്വീകരിച്ച വിക്ടോറിയ രാജ്ഞിക്കും അനിഷ്ട സംഭവങ്ങൾ നേരിടേണ്ടി വന്നു. അതേ മാസം 27-ാം തീയതി, അതായത് 1850 ജൂൺ 27-ാം തീയതി രോഗശയ്യയിൽ മരണാവസ്ഥയിൽ കിടക്കുന്ന തൻ്റെ അമ്മാവനായ പ്രിൻസ് അഡോൾഫിനെ കാണുന്നതിനായി കാംബ്രിഡ്ജ് ഹൗസിൽ നിന്നും പുറപ്പെട്ടപ്പോൾ മുൻ സൈനിക ഉദ്യോഗസ്ഥനായ റോബർട്ട് പേറ്റ് ശക്തമായ ഒരു ചൂരൽ വടികൊണ്ട് വിക്ടോറിയ രാജ്ഞിയെ ആക്രമിച്ചു. വിക്ടോറിയ രാജ്ഞിയുടെ തലപൊട്ടി ചോര പുറത്തേക്ക് വന്നു. ഈ സംഭവങ്ങളെല്ലാം പത്രങ്ങളിൽ വലിയ വാർത്തയായി വന്നു. അതോടെ ഇംഗ്ലണ്ടിലെ ആൾക്കാരും ഈ കോഹിനൂർ രത്നത്തിന് മാന്ത്രിക ശക്തി ഉണ്ടോ എന്ന് സംസാര വിഷയമായി. ഇത്തരം സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് രാജ്ഞി ആ കോഹിനൂർ രത്നം വിശദമായി നിരീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആകൃതി വളരെ വിചിത്രമായി അവർക്ക് തോന്നി. അങ്ങനെ ഡേവിഡ് ബൂസ്റ്റർ എന്ന ഒരു പ്രശസ്തനെ കൊണ്ട് ആ കോഹിനൂർ രത്നം പുനരൂപകൽപ്പന ചെയ്തു. 38 ദിവസം നീണ്ടു നിന്ന ആ പ്രോസസ്സിങ്ങിന് അദ്ദേഹം അന്നത്തെ 8000 ബ്രിട്ടീഷ് പൗണ്ട് പ്രതിഫലമായി സ്വീകരിച്ചു. അങ്ങനെ വീണ്ടും കട്ടിങ്ങും പോളിഷുമൊക്കെ ചെയ്ത് വന്നപ്പോൾ ആ കോഹിനൂർ രത്നത്തിൻ്റെ ഭാരം വീണ്ടും കുറഞ്ഞു. 105.6 ക്യാരറ്റായി ചുരുങ്ങി. അതായത് 21.12 ഗ്രാം മാത്രമായി. അങ്ങനെ കോഹിനൂർ രത്നം വിക്ടോറിയ രാജ്ഞിയുടെ കൈവശമെത്തിയിട്ട് 11 വർഷങ്ങൾ കഴിഞ്ഞു. ഈ ഒരു സമയത്ത് മറ്റൊരു അനിഷ്ട സംഭവം കൂടി വിക്ടോറിയ രാജ്ഞിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. വിക്ടോറിയ രാജ്ഞിയുടെ ഭർത്താവായ പ്രിൻസ് ആൽബർട്ട് ടൈഫോയിഡ് ബാധിച്ച് 1861 ഡിസംബർ 14 മരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വെറും 42 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സമയത്തും കോഹിനൂർ രത്നത്തിൻ്റെ നിർഭാഗ്യങ്ങളെക്കുറിച്ചും ശാപങ്ങളെക്കുറിച്ചും ലണ്ടനിലെ ആൾക്കാരുടെ ഇടയിലും ചർച്ചയായി. കോഹിനൂർ കൈകാര്യം ചെയ്തിട്ടുള്ള പുരുഷന്മാർക്ക് നേരിടേണ്ടി വന്ന ദുർവിധികളും മരണങ്ങളും സ്ത്രീകൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് ദുർമരണങ്ങൾ സംഭവിക്കാത്തതും കോഹിനൂർ രത്നം സ്ത്രീകൾക്ക് മാത്രമേ അനുകൂല ഫലം നൽകൂ എന്ന കഥകൾ ഇംഗ്ലണ്ടിലും വിശ്വാസമായി. അങ്ങനെ പിന്നീട് മറ്റു പുരുഷന്മാരാരും കോഹിനൂർ രത്നം കൈകാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരുന്നു ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് മാത്രം ധരിക്കാവുന്ന കിരീടത്തിൽ മാത്രമായി കോഹിനൂർ രത്നം ഉൾപ്പെടുത്തിയത്. അങ്ങനെ ആകുമ്പോൾ രാജകുടുംബത്തിലെ ഒരു പുരുഷന്മാരും കോഹിനൂർ രത്നം കൈകാര്യം ചെയ്യില്ല. ഇന്നും ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ സ്ത്രീകൾ മാത്രമാണ് കോഹിനൂർ രത്നം പതിപ്പിച്ച കിരീടം ധരിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ വർഷങ്ങൾ ധാരാളം കടന്നുപോയി. 1947 നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമാവുകയും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുകയും ചെയ്തപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ കോഹിനൂർ ഇന്ത്യക്ക് തിരിച്ചു നൽകണമെന്ന് അന്നത്തെ ഇന്ത്യൻ സർക്കാർ ബ്രിട്ടീഷ് രാജകുടുംബത്തോട് ഔപചാരികമായി അഭ്യർത്ഥിച്ചു.
എന്നാൽ ബ്രിട്ടീഷുകാർ അത് നിരസിച്ചു. പിന്നെ വളരെ കാലത്തേക്ക് ആരും തന്നെ കോഹിനൂറിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. പിന്നീട് 1953 എലിസബത്ത് രാജ്ഞിയുടെ കിരീടധാരണം നടന്നപ്പോൾ കോഹിനൂറിനെ കുറിച്ച് വീണ്ടും ചർച്ചയാവുകയും കോഹിനൂർ തിരികെ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോഴും ബ്രിട്ടീഷുകാർ അത് നിരസിച്ചു. ഇന്ത്യ കോഹിനൂർ രത്നം തിരികെ ആവശ്യപ്പെടുന്നത് കണ്ട് 1976 കോഹിനൂർ പാകിസ്ഥാനിലെ ലാഹോറിൻ്റെ പൈതൃകമാണ്, ആയതിനാൽ കോഹിനൂർ പാകിസ്ഥാന് വേണമെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടു. പണ്ടത്തെ സിഖ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ലാഹോറിൽ വച്ച് നടന്ന ലാഹോർ ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർ കോഹിനൂർ തട്ടിയെടുത്തതാണെന്നും ആയതിനാൽ കോഹിനൂർ പാകിസ്ഥാന് നൽകണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു. ഇത് കണ്ട് അഫ്ഗാനിസ്ഥാനും പണ്ടത്തെ പേർഷ്യയായിരുന്ന ഇറാനും അവകാശവാദങ്ങൾ ഉന്നയിച്ചു വന്നു. ഇതെല്ലാം കണ്ട ബ്രിട്ടീഷുകാർ അവരുടെ അഭ്യർത്ഥനകളെല്ലാം നിരസിച്ച് കോഹിനൂർ നിയമപരമായി ബ്രിട്ടൻ്റേതാണെന്ന് പറഞ്ഞു. പിന്നെ കുറേ കാലത്തേക്ക് ഇന്ത്യ കോഹിനൂറിനെ കുറിച്ച് ചർച്ച ചെയ്തതേയില്ല. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 1997 കുൽദീപ് നായർ എന്ന ഒരു മുൻ പത്രപ്രവർത്തകൻ രാജ്യസഭയിൽ പാർലമെൻറ്റ് അംഗമായി. അദ്ദേഹം 1998 50 എംപിമാരെ കൂട്ടി കോഹിനൂർ കൊളോണിയൽ കൊള്ളയുടെ പ്രതീകമാണെന്നും അത് ഇന്ത്യക്ക് തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് 50 എംപിമാർ ഒപ്പിട്ട ഒരു അപേക്ഷ വീണ്ടും ബ്രിട്ടീഷ് സർക്കാരിന് നൽകി. അതിൽ ഒപ്പിട്ട 50 എംപിമാരിൽ ഒരാൾ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. എന്നാൽ അതൊന്നും ബ്രിട്ടീഷ് സർക്കാർ മൈൻഡ് ചെയ്തതേയില്ല. കാരണം ഇതെല്ലാം രാജ്യങ്ങൾ വിഭജിക്കപ്പെടുന്നതിനും ഭരണ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിനും മുന്നേ രാജഭരണകാലത്ത് അന്നത്തെ ഉടമ്പടികൾ പ്രകാരം കോഹിനൂർ രത്നം ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി കൊണ്ടുപോയതാണ്. ആയതിനാൽ പിന്നീടുണ്ടായ രാജ്യ അതിർത്തികൾക്കും നിയമങ്ങൾക്കും കോഹിനൂറിന് ബാധകമല്ല എന്ന നിലപാടിൽ ഉറച്ച് കോഹിനൂർ രത്നം ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ അമൂല്യ നിധിയായി ലണ്ടൻ ടവറിലെ ജുവൽ ഹൗസിൽ ബ്രിട്ടീഷ് കിരീടാഭരണങ്ങളുടെ ഭാഗമായി പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും ആ അമൂല്യമായ കോഹിനൂർ രത്നം ഇന്ത്യക്ക് തിരിച്ചു കിട്ടുമോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതൊന്നും വളരെ വ്യത്യസ്തമായിരുന്നതും അറിവ് നിറഞ്ഞതുമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.